ചക്കക്കുരു മാങ്ങയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ മാങ്ങ എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിനകത്തിട്ടു. അതുപോലെ തന്നെ ചക്കക്കുരു എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തൊലിയെല്ലാം കളഞ്ഞ് എടുത്തു. പിന്നെ ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് അത് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ കുക്കറെല്ലാം അടച്ച് വിസിലൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറുള്ളിയും പച്ചമുളക് ഇട്ടിട്ടുള്ള അരച്ചിട്ടുള്ള അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചക്കക്കുരു ഒക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു പാനിൽ കടുക് പൊട്ടിക്കാനായിട്ട് കൊടുത്തു, എണ്ണ ഒഴിച്ചിട്ട്. പിന്നെ നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് ചക്കക്കുരു ഒക്കെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. പിന്നെ കറിവേപ്പില ഉള്ളിയെല്ലാം ഉപയോഗിച്ച് നമ്മൾ കടുക് പൊട്ടിക്കാനുള്ള റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചക്കക്കുരുവിലേക്ക് അരച്ചു വെച്ച് അരപ്പിട്ട് കൊടുത്തു. ആവശ്യത്തിന് വീണ്ടും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. വീണ്ടും ഇളക്കുന്നു. തിള വരുമ്പോഴത്തേക്കും നമ്മൾ കടുക് താളിച്ചിട്ട് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. ബൈ ബൈ ഗായ്സ്.